വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കുമായിട്ടാണ്. അതായത് ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരുങ്ങി പോകാം എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫൗണ്ടേഷനോ മസ്കാരയോ കൺസീലറോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. വെറും ഒരു കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി പോകാം എന്ന് നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ടമെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം. നോർമൽ ഐ മേക്കപ്പ് മാത്രം മതി. അപ്പം എങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരുങ്ങി പോകാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഫേസ് വാഷ് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടോണർ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഏതെങ്കിലും ടോണർ ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ റോസ് വാട്ടർ ആണ് ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ മുഖം ഒന്ന് ടോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർമൽ നമ്മൾ ഏത് മോയ്സ്ചറൈസർ ആണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ മോയ്സ്ചറൈസർ അടുത്തതായിട്ട് ഉപയോഗിക്കാം. മുഖം ടോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ മുഖത്തിടുക. ഫൗണ്ടേഷനും ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ ഈ രീതിയിലാണ് ഒരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങി പോകുന്നത്. അങ്ങനെ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഒരു കോമ്പാക്ട് പൗഡർ ഇല്ലാത്തെങ്കിൽ നമുക്ക് ടാൽക്കം പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ, ഇത് മെബലൈൻ്റെ ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡർ ആണ്. നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല പെർഫെക്ഷൻ കിട്ടുന്നത് കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ. നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനേക്കാളും കുറച്ചും കൂടി നല്ലത്, ബ്രഷ് ഒന്നും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഐ ഷാഡോ പാലറ്റിൽ ഞാനിത് ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ, ഈ ഒരു ഷെയ്ഡ്, ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നോർമലായിട്ടുള്ള ഐ മേക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പം ഒരു ഐ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മളെ കണ്ണിന് മുകളിൽ നന്നായിട്ട് കുറച്ചെടുത്താൽ മതി. നല്ല പിഗ്മെൻറ്റഡ് ആണ്. നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുക. കണ്ടോ, ഈ ഐയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇങ്ങനെ ഒരു ബ്രൗൺ ഐ ഷാഡോ ഇട്ടപ്പോൾ കുറച്ചും കൂടി കണ്ണ് നല്ല വിസിബിൾ ആയിട്ട് നിൽക്കുന്നു. കണ്ടില്ലേ? ഇത് നോക്കിയേ, കണ്ടില്ലേ? വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് വേണ്ടമെങ്കിൽ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന എൻ്റെ ഐ ജെല്ല് വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതാം. ഇത് ജസ്റ്റ് നമ്മളൊരു ഔട്ട്ലൈൻ കൊടുത്തതുപോലെ കൊടുക്കാം. എന്നിട്ട് ഒരു ഐ ജെല്ല് വെച്ചിട്ട് നോർമൽ കണ്ണെഴുതിയിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഐ ജെല്ല് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് എഴുതാം. എന്നിട്ട് അത് സ്മഡ്ജ് ചെയ്യാം. കൈവച്ച് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ബ്രഷ് ഇല്ലെങ്കിൽ കൈവച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് സ്മഡ്ജ് ചെയ്യാം. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ഈ കണ്ണും ചെയ്യാം.
അങ്ങനെ നമ്മൾ രണ്ട് കണ്ണിന്റെയും മേൽഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ തന്നെ ജസ്റ്റ് കണ്ണെഴുതി ഒന്ന് സ്മഡ്ജ് ചെയ്യുക മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ജസ്റ്റ് കണ്ണെഴുതുക, എന്നിട്ട് ഇങ്ങനെ എഴുതുക, എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യുക. ബ്രഷ് ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെയ്താലും മതി, നല്ല ഫിനിഷിങ് കിട്ടും. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ എഴുതുക. രണ്ട് കണ്ണും എഴുതിയതിന് ശേഷം നമുക്ക് വാട്ടർ ലൈൻ എഴുതി കൊടുക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് കണ്ണും എഴുതി കൊടുത്തു. നിങ്ങൾക്ക് താഴെ ഇതുപോലെ എഴുതി സ്മഡ്ജ് ചെയ്യണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ, മുകളിൽ മാത്രം ചെയ്യാം. ഐ ഷാഡോ ഇടണ്ടെങ്കിൽ അതും ഒഴിവാക്കാം. നോർമൽ കണ്ണ് എഴുതിയിട്ട് മുകൾ വശത്ത് ഒരു സ്ട്രോക്ക് കൊടുത്തിട്ട് സ്മഡ്ജ് ചെയ്യാം. അതുപോലെ തന്നെ താഴെയും ഒരു സ്ട്രോക്ക് കൊടുത്തിട്ട് സ്മഡ്ജ് ചെയ്യാം. ഇനി താഴെ എഴുതണ്ടെങ്കിൽ അതും ഒഴിവാക്കാം, ജസ്റ്റ് വാട്ടർ ലൈൻ മാത്രം ഫിൽ ചെയ്താൽ മതി കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാൻ ഇവിടെ താഴെയും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ വാട്ടർ ലൈൻ ആണ് അടുത്തതായിട്ട് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് ഐ മേക്കപ്പ് കഴിഞ്ഞു, രണ്ട് കണ്ണും നന്നായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാണ് കേട്ടോ. ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ദേ നോർമൽ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം, എന്നിട്ട് ഇതിന്റെ പുറകിലുള്ള ഈ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ട് ഐബ്രോസും. അങ്ങനെ ഐബ്രോസ് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ലിപ്പ് ലൈനർ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബ്ലൂ ഹെവൻ്റെ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബ്രഷ് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാം. കുറച്ച് പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ബ്രഷ് ഉപയോഗിക്കുമ്പോഴാണ്. നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ, ഡസ്കി സ്കിൻ ടോണുകാർക്കൊക്കെ ചേരുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഞാനിത് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ ലിപ്പ് ലൈനും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാർട്ടിക്കൊക്കെ പോവല്ലേ, അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ഇപ്പം ഏകദേശം നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു. ഏകദേശം നമ്മളുടെ മേക്കപ്പ് കഴിഞ്ഞു. നമ്മൾ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തു, കോമ്പാക്ട് പൗഡർ ഇട്ടു, ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഒരു പൊട്ട് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ഫേസ് ഒരു ഫങ്ഷനൊക്കെ പോകുമ്പം ഒന്നൊരു ഗ്ലോ ആവണമെങ്കിൽ നിങ്ങൾക്ക് എൻവൈബയുടെ സ്ട്രോബ് ക്രീം യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷെയ്ഡ് വന്നിട്ട് പിങ്ക് ആണ്. കുറച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ കവിളിൽ കുറച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ, ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു നാച്ചുറൽ ലുക്ക് തോന്നും കേട്ടോ. അതുപോലെ രണ്ട് സൈഡും ഇവിടെയും കുറച്ചെടുത്തിട്ട് ചീക്ക് പോർഷനിൽ മാത്രം ചെയ്യാം കേട്ടോ. അത് മേക്കപ്പ്
ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോഴേ കുറച്ച് നല്ലൊരു ഗ്ലോ ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ. അല്ലാതെ മോയ്സ്ചറൈസറും കോമ്പാക്റ്റും ഇട്ട് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഇത് ചെയ്യരുത്. എല്ലാം കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. 2 ചീക്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെയും വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഞാൻ അവിടെയൊന്നും ചെയ്യുന്നില്ല. ഇത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മളെ ഫേസിലെ എല്ലാ മേക്കപ്പും കഴിഞ്ഞു. ഇവിടെ ഇപ്പം നമ്മൾ മസ്കാര യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഫൗണ്ടേഷൻ ഇല്ല, കൺസീലർ ഇല്ല, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി ഈ മേക്കപ്പ് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒരു മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഫേസസ് കാനഡയുടെയാണ്. ജസ്റ്റ് ഞാനതൊന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നൊന്ന് ഉണങ്ങിക്കോട്ടെ. അപ്പം നമ്മളെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രം ഈ സ്പ്രേ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ പൊട്ട് വെച്ചു. സിമ്പിൾ മേക്കപ്പ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈനൽ ലുക്ക് കാണാം. വീണ്ടും അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു. അപ്പം ഇതാണ് കേട്ടോ ഇട്ട ഔട്ട്ഫിറ്റ്. ഒരു സിമ്പിൾ ഗൗണാണ് കേട്ടോ ഇട്ടത്. വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഇതേ ഒരു മാല ഇട്ടു, സിമ്പിളായിട്ടുള്ള ഒരു മാല ഇട്ടു. അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു കമ്മലും ഇട്ടു. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. പിന്നെ ആദ്യം ഹെയർ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഹെയർ ആദ്യം അഴിച്ചിട്ടിട്ടാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാനൊന്ന് ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഹെയർ സെറ്റ് ചെയ്തതാണോ സെറ്റ് ചെയ്യാത്തതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് പറയണം കേട്ടോ. ഹെയർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു.